സാറേ, ഞാൻ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ഇടക്കൊച്ചി നിവാസിയാണ്. ഞങ്ങളുടെ പ്രദേശം മുഴുവൻ കഴിഞ്ഞ 5 മാസക്കാലമായി തുടർച്ചയായിട്ടുള്ള ഓരുവെള്ള ഭീഷണിയിലാണ്. ഈ ഓരുവെള്ളം കയറിയിട്ട് ഈ പ്രദേശത്തെ ജനജീവിതമൊക്കെ അലമ്പായി കിടക്കണേ. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഈ കാണേണ്ടവർ എന്താണ് ഈ പ്രശ്നത്തെ കാണേണ്ട ഗൗരവത്തോടെ കാണാത്ത എന്താണ്? ഞങ്ങളുടെ പ്രശ്നം അതാണ്. ഇത് കാണേണ്ടവർ കാണുന്നില്ലത്. ഈ കേരള സംസ്ഥാനത്ത് കാലാവസ്ഥ വ്യതിയാനം മൂലം എത്ര പേരാണ് ദുരിതം അനുഭവിക്കുന്നത് അറിയാലോ. ഈ പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് എന്തെങ്കിലും കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഭാഗ്യമില്ലാത്തവര് ഈ ഒരു നടപടികളും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആരും സ്വീകരിക്കുന്നില്ല. ഞങ്ങളൊക്കെ തീരപ്രദേശവാസികളുടെ ദുരവസ്ഥ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഈ പഠന റിപ്പോർട്ട് എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ എത്ര എണ്ണം വന്ന് പല പല പഠന റിപ്പോർട്ടുകളുണ്ടായിട്ട് ഈ റിപ്പോർട്ടുകളിലൊക്കെ ഒന്നും എന്താണ് നടപടി എടുക്കാത്തത്? പിന്നെ കൊച്ചിയിലെ പല പ്രദേശം മുങ്ങുന്ന റിപ്പോർട്ടിൽ കൈവശം വെച്ചിട്ട് ഈ മുങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാൽ, ഇവർക്ക് ലഭിച്ചിട്ടും ഈ റിപ്പോർട്ടുകൾ ഇതൊക്കെ നടപ്പിലാക്കാത്തതിൻ്റെ അതിന്മേൽ ഇവരൊക്കെ എന്താണ് അതിൻ്റെ മേലിൽ അടയിരുന്നിട്ട് എന്താ മഹാഭാരത കഥ എഴുതാൻ പോകണം? ഈ പരിഹരിക്കാവുന്ന പല പ്രശ്നങ്ങളിലായിട്ട് പരിഹരിക്കപ്പെടാത്തതിൻ്റെ ഉത്തരവാദിത്തം ആർക്കെന്ന് ആദ്യം അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സൂചി കൊണ്ട് എടുക്കേണ്ട പ്രശ്നങ്ങളെ തൂമ്പ് കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ആരാണ്? സാറ് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കണ ഓരോരുത്തരും ഇതിന് ഉത്തരവാദിയാണ്. ഒരു വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥക്ക് കാരണമേ ഈ പ്രശ്നങ്ങളെ നേരി കാണേണ്ടവർ കാണാത്തതും ചർച്ച ചെയ്യേണ്ടവർ ചർച്ച ചെയ്യാത്തതും പരിഹാരം കാണേണ്ടവർ ആത്മാർത്ഥതയോടെ പരിഹാര മാർഗങ്ങൾ ക്ഷമിക്കാത്തതാണ്. പരിഹാരം കാണേണ്ടവർക്ക് എല്ലാം അറിയാം, പക്ഷെ അറിയാത്തതായ ഒന്നേ ഉള്ളു. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന വേദന എന്താന്ന് ഇവർക്ക് അറിയാമോ? ആ വേദന എല്ലാം അറിയാവുന്നവരിൽ ഭൂരിഭാഗം അറിയേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഇവർക്കൊക്കെ ഉണ്ടാവുമ്പോ അറിയാം. കടല് വന്ന് വീട്ടിൽ വന്ന് മുട്ടി വിളിക്കുമ്പോ അറിയാൻ പറ്റും. അന്ന് സൂചി കൊണ്ട് എടുക്കായിരുന്നത് തൂമ്പ് കൊണ്ട് എടുക്കാൻ പറ്റാത്ത കാലമാണെന്ന് അവർക്കപ്പം മനസ്സിലാവും. കടല് വന്ന് വീട്ടിൽ വന്ന് വാതിൽ വന്ന് മുട്ടും.